ഞങ്ങളിപ്പോൾ പോകുന്നത് നിലമ്പൂർ കോട്ടപ്പുഴയിലേക്കാണ്. ഇപ്പോൾ ഷോർട്സിലും റീൽസിലൊക്കെ വൈറലാണ് ഈ സ്ഥലം. സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടാവുമെന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു. എന്നാലും ഞങ്ങളൊന്ന് പോയിട്ട് ജസ്റ്റ് വെള്ളത്തിലൊന്നും ഇറങ്ങാതെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇവിടെ തേൾപ്പാറ എന്ന് പറയും. അമ്മയുടെ വീട് ഇവിടെ കോട്ടപ്പുഴയ്ക്ക് അടുത്ത് തേൾപ്പാറയിലാണ്. ഇവിടെ നിന്ന് കുറച്ചേ വരാനുള്ളൂ. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ആളുകളെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറത്തായിരുന്നു ആളുകളുണ്ടായിരുന്നത്. അത്യാവശ്യം ഒഴുക്കുള്ളതുകൊണ്ട് തന്നെ ഇവിടെ ജാഗ്രതാ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ ടീ സ്റ്റോൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ അടുത്തുള്ള ആളുകൾ നടത്തുന്നത് തന്നെയാണ്. ഞങ്ങളിവിടെ വന്നപ്പം ഇവിടെ കുറേ തമിഴ്നാട്ടിൽ നിന്നൊക്കെ കുറേ ബോയ്സ് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇപ്പം റീസെൻ്റ്ലി ഒരു തമിഴ് വ്ളോഗറുടെ ഒരു റീൽസോ ഷോർട്ട് എന്തോ വൈറലായിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു അവിടെ നിന്നൊക്കെ ആളുകൾ ഇപ്പം കുറേ വരുന്നുണ്ട്. വൈറൽ വീഡിയോ സാധനമാണ്. ചെയ്യാൻ അങ്ങനെ ടീ കോളിൽ നനയ്ക്കാൻ പോകുന്ന കാല് എക്സാമ്പിളാണ് നനയ്ക്കണം. ഇതാണ് നമ്മുടെ റീൽസിൽ ഇങ്ങനെ ആളുകൾ ഒഴുകി വരുന്ന ആ ഒരു പ്ലേസ്. ഇവിടെ ചെരുപ്പൊക്കെ ഇട്ട് വരുമ്പോൾ നോക്കണം, അത്യാവശ്യം ഗ്രിപ്പുള്ള ചെരുപ്പൊക്കെ ഇട്ട് വരണം, അല്ലെങ്കിൽ വഴുക്കാനുള്ള ചാൻസ് ഉണ്ട്. അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട് കേട്ടോ. വെള്ളം കണ്ടാൽ തന്നെ അറിയാം. അത്യാവശ്യം നല്ല ഒഴുക്കുള്ളതുകൊണ്ട് തന്നെ കുറേ പേര് വന്നിട്ട് വെള്ളത്തിലൊന്നും ഇറങ്ങാതെ നിൽക്കുന്നവരുണ്ട്. കുറേ പേര് കുറേ സാഹസികമായിട്ടൊക്കെ ചെയ്യുന്നവരുണ്ട്. ഇവിടെ ജാഗ്രതാ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പെട്ടെന്നായിരിക്കും ഇവിടെ വെള്ളം കൂടാന്ന്. അതുപോലെ തന്നെ മലയുടെ മുകളിൽ മഴ പെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് മലവെള്ളം ഉണ്ടായിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് വെള്ളത്തിൽ ഇറങ്ങിയിരുന്നൊക്കെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള പടിക്കെട്ടിൻ്റെ മുകളിൽ നിന്ന് ചാടരുതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഫുള്ള് പാറക്കല്ലും അതൊക്കെ ആയതുകൊണ്ട് തന്നെ തറയൊക്കെ ഇടിക്കാനും അങ്ങനെയൊക്കെ ചാൻസ് ഉണ്ട്. ഈ പുഴയുടെ നടുക്ക് ഇറങ്ങി കളിക്കുന്നതിനേക്കാളും ഈ ഒരു ചാൽ പോലുള്ള വെള്ളം പോകുന്ന ഈ ഒരു ഒഴുകി വരുന്ന സ്ഥലമില്ലേ, ഇവിടെ കളിക്കുന്നതാണ് കുറച്ചുകൂടെ ഒരു സേഫ് ആയിട്ടുള്ള കാര്യം. കാരണം ഈ ഒരു ചാലിൻ്റെ എൻഡ് എന്ന് പറയുന്ന ഒരു ക്ലോഷർ ഉണ്ട്. അവിടെ ഒരു കോൺക്രീറ്റ് കൊണ്ട് ഒരു തടസ്സമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മൾ ഒഴുകി, ഇപ്പോൾ വെള്ളം സ്പീഡ് കൂടിയാലും നമ്മൾ ഒഴുകിയിട്ട് അവിടെ പോയി നിൽക്കും. മറുവശമാണെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫുള്ള് പാറക്കല്ലും അതൊക്കെ ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് വെള്ളം വന്നാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ രണ്ട് കെട്ടിൻ്റെ നടുവിലൂടെ വെള്ളം വരുന്നത് കാണുന്നില്ലേ, അതിൻ്റെ ഇടയിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ട് താഴെ. അപ്പം അതിലൂടെ അവിടെ കുടുങ്ങിയിട്ട് ഒരാൾ മരിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മുൻപ്. അതുകൊണ്ട് ആ ഏരിയയിൽ അതിലൂടെ ആരും വരുന്നൊന്നും കാണുന്നില്ല. അത് എല്ലാവർക്കും പേടിയുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ആ പടിക്കെട്ടിൻ്റെ മുകളിൽ നിന്നിട്ട് കുറേ പേര് സാഹസികമായിട്ട് ചാടുന്നുണ്ട്. അത് എക്സ്ട്രീംലി ഡേഞ്ചറാണ്. കാരണം ഈ ചാടുന്ന സമയത്ത് തലയൊക്കെ എവിടെയെങ്കിലും ഇടിക്കുകയാണെങ്കിൽ വളരെയധികം ഡേഞ്ചറായിട്ടുള്ള കാര്യമാണത്. പക്ഷെ അത് ശ്രദ്ധിക്കുന്നൊന്നുമില്ല. ഞങ്ങൾ ഏകദേശം ഒരു 6:30 ആകുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം ആളുകളും അതുപോലെ തന്നെ നല്ല ഒഴുക്കുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ വെള്ളത്തിലൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് കാണാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പം കോട്ടപ്പുഴയിലേക്ക് വരുന്നവർ സൺഡേ മാക്സിമം ഒഴിവാക്കാം. റോഡ് സൈഡ് കംപ്ലീറ്റ് വണ്ടികളാണ്. ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് മാറിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് വരെ ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.